ഹലോ വിവാൻ, മുഫിദ, യുവർ മൈൻഡ് ആൻഡ് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ച്. അപ്പൊ ലൈഫിലെ ജീവിതത്തിൽ ഒരു മാറ്റം വേണം, ലക്ഷ്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്കാണ് ലൈഫിനെ ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ട് നോക്കി കാണാൻ പറ്റുക. ഒരു ലക്ഷ്യവും ഇല്ലാതെ ഒന്നിലും ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റാതെ ലൈഫ് ലീഡ് ചെയ്യുന്ന ആളുകളുടെ അവര് ആക്ഷൻ എടുക്കുന്നില്ല എന്നത് മാത്രമാണ് അവരുടെ ലൈഫ് അങ്ങനെ പോകാൻ കാരണം എന്നുള്ളതാണ്. ചുറ്റുള്ള ആളുകളെ പഴിചാരുകയും അല്ലെങ്കിൽ എന്റെ സാഹചര്യം ഇതായി പോയി അല്ലെങ്കിൽ എന്റെ വിധി ഇതാണ് എന്ന് പറഞ്ഞ് വിധിയെ പഴിചാരി ഇരിക്കുന്ന ആളുകളുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരുത്താൻ പറ്റില്ല എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മളെ ലൈഫിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എന്നാണോ നമ്മൾ ഏറ്റെടുക്കുന്നത് അന്ന് മുതലാണ് നമുക്ക് നമ്മളുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരുത്താനും ചേഞ്ചസിന്റെ അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മളെ അടുത്തെത്തുകയും അതുപോലെ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന വ്യക്തികളും നമ്മളെ അടുത്തേക്ക് എത്തുകയുള്ളൂ എന്നുള്ളതാണ്. ഒരിക്കലും ചുറ്റുള്ള ആളുകളെ പഴിചാരുകയും സാഹചര്യത്തെ പഴിചാരി ഇരിക്കുന്ന ആളുകളുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാവില്ല എന്നുള്ളതാണ്. നിരന്തരം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പോ നമ്മളുടെ ലൈഫിൽ ഇപ്പോ നിങ്ങളിപ്പോ ചുറ്റുള്ള ആളുകളെ കുറ്റം പറയുകയും പരാതി പറയുകയും അവസ്ഥയെ പഴിചാരിയിരിക്കുകയും ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെ അത് കൂടുതൽ ചിന്തിച്ചുകൊണ്ട് അത് കൂടുതൽ വഷളാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അത് കാരണം ഇപ്പൊ അത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നമ്മൾക്കത് കൺട്രോൾ ചെയ്യും. നമ്മൾ ഔട്ട് ഓഫ് കൺട്രോളിലുള്ള കാര്യമാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മളെ ഔട്ട് ഓഫ് കൺട്രോളിലുള്ള കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും ചേഞ്ചസ് വരുത്താൻ പറ്റൂല. അത് വ്യക്തികളായിക്കോട്ടെ, സാഹചര്യങ്ങളായിക്കോട്ടെ, നമ്മളെ ചുറ്റുള്ള സറൗണ്ടിങ്സ് ഒക്കെ ആയിക്കോട്ടെ, ചു നമ്മളുടെ പുറത്തുള്ള കാര്യം, അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ അതിന് പിടിച്ചു താങ്ങിയിട്ടോ അല്ലെങ്കിൽ സ്നേഹമായിക്കോട്ടെ, പരിഗണന ആയിക്കോട്ടെ, റെസ്പെക്റ്റ് ആയിക്കോട്ടെ, ഇത് കിട്ടണമെന്ന് പിടിച്ചു വാങ്ങുന്നതിനേക്കാളും നല്ലത് അതിനെ ഒന്ന് ഫ്രീ ആക്കി വിടുക എന്നുള്ളതാണ്. കാരണം നമ്മൾക്കുള്ളത് നമ്മളുടെ ഉള്ള, അതായത് നമ്മൾ സ്നേഹം പരിഗണനയും നമ്മൾ കൊടുക്കുമ്പോഴാണ് നമ്മളെ അടുത്ത് ഉണ്ടാവുക എന്ന് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം. അപ്പൊ അതുപോലെ തന്നെ എന്നോട് പല ആളുകളും ചോദിച്ച കാര്യമാണ്, ലൈഫ് ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ആഗ്രഹങ്ങള് തീവ്രതയിലേക്ക് എത്താൻ, അതായത് അത് വേണമെന്നില്ല. പണ്ടൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അതിന്റെ തീവ്രത കുറഞ്ഞു കുറഞ്ഞു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തില് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോയാൽ മതി, സമാധാനമാണ് ഇമ്പോർട്ടന്റ് ആയത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഞാൻ എപ്പോഴും അവരോട് പറയാറുള്ളത്, ശരിക്കും ലൈഫിൽ നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ വേണം, അതുപോലെ ആഗ്രഹങ്ങൾ ഊട്ടിയിറക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ആഗ്രഹങ്ങൾ എത്തിപ്പിടിക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും നിങ്ങൾക്ക് ചുറ്റുള്ള ആളുകൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതും പരിഹസിക്കുന്നതും അതുപോലെ നിങ്ങളുടെ അവസ്ഥ എത്ര മോശമായാലും നിങ്ങളുടെ ആ ലക്ഷ്യത്തിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എത്ര മോശമാണെങ്കിലും നിങ്ങൾക്ക് അത് പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ എപ്പോഴും നമ്മളോട് കണക്ട് ചെയ്തിട്ടുള്ള ആളുകൾ ചോദിക്കുന്ന കാര്യമാണ്, വിഷൻ ബോർഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാറ് എന്നുള്ളത്. അപ്പൊ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പിൽ നമ്മൾ കണക്ട് ചെയ്ത് അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുക. നമ്മൾ പറഞ്ഞ പോലെ തന്നെ വിഷൻ ബോർഡ് പോലത്തെ 10 മൈൻഡ് പവർ ടൂൾസുകൾ, മൈൻഡ് ടെക്നിക്സുകൾ, ടിപ്സുകളാണ് നമ്മളെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പിൽ ഷെയർ ചെയ്യുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് അത് അറിയാത്ത ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും അത് അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനേക്കാൾ അപ്പുറം മനഃശക്തി പരിശീലനത്തിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളിലേക്ക്, നിങ്ങളുടെ പാഷൻ എന്താ, നിങ്ങളുടെ പർപ്പസ് എന്താ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാനസിക തലത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 10 മൈൻഡ് പവർ ടൂൾസുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് അറിയുന്ന ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പിൽ മെഡിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചോദിച്ച, ഇപ്പൊ നമ്മൾ കമന്റ് ബോക്സിൽ കാണാറുണ്ട് വിഷൻ ബോർഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്, അത് നമ്മുടെ ലൈഫിൽ എങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പൊ വിഷൻ ബോർഡ് നമ്മുടെ ലൈഫിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്കറിയാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇമേജസും ഇമോഷൻസും ആണ്. നമ്മൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇമേജസ് എന്തായാലും നമ്മളെ റിയൽ ലൈഫിൽ ഉണ്ടാകുന്നത് നമുക്കറിയാം. നമ്മളെ തോട്ട്സ് നമ്മളെ റിയാലിറ്റി ആയിട്ട് മാറുന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്ന, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഉറങ്ങാൻ പോകുന്ന സമയവും ഉറങ്ങി എഴുന്നേൽക്കുന്ന ആ ഒരു അരമണിക്കൂർ സമയം, ആ ഒരു ഗ്യാപ്പില് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, നിങ്ങൾ എന്ത് ഇമേജ് ആണോ, എന്ത് ഇമോഷൻസ് ആണോ, എന്ത് ഫീലിങ്സ് ആണോ നിങ്ങളെ മൈൻഡിലേക്ക് കൊടുക്കുന്നത്, അത് നിങ്ങളെ ലൈഫിൽ റിയാലിറ്റി ആയി സംഭവിക്കും. അത്തരത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ എനിക്കത് ഫ്രൂട്ട്ഫുൾ ആയി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഈ അടുത്തിടായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പേളിമാനയുടെ വിഷൻ ബോർഡിന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിട്ടുണ്ടാവും. അപ്പോ പല ആളുകളും അത് കണക്ട്
ചെയ്തിട്ട് എന്റെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ ആ വീഡിയോ ഷെയർ ചെയ്തിട്ടും, കാരണം അവർക്കും അതുപോലെ റിസൾട്ട് ഉണ്ടായത് അവർ കമന്റിൽ രേഖപ്പെടുത്തിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ സ്റ്റുഡൻസിന് അറിയാം വിഷൻ ബോർഡ് അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. കാരണം നമ്മളൊരു പിക്ചർ എപ്പോഴും ഇങ്ങനെ കാണുകയാണെങ്കിൽ നമ്മൾ ഒന്ന് ആലോചിച്ച് ഇഷ്ടപ്പെട്ട വീട് സ്വന്തമാക്കണം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ചെറിയ കാര്യമായിക്കോട്ടെ വലിയ കാര്യമായിക്കോട്ടെ, ഇത് നമ്മൾ നിരന്തരം നമ്മളെ മൈൻഡിൽ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് ആ മൈൻഡിൽ ഇങ്ങനെ അതിന്റെ നമുക്കൊരു ക്ലാരിറ്റി വേണമെന്നുള്ളതല്ലേ, എന്ത് കാര്യത്തിനും ഒരു ഭയങ്കര ക്ലാരിറ്റി. ഇപ്പൊ ഒരു കാർ എടുക്കുന്ന കാര്യമാണെങ്കിൽ അതിന്റെ കളറ്, അത് എത്ര തരത്തിലുള്ളതാണ്, സൺ പ്രൂഫ് ഉള്ളതാണോ, റൂഫ് ഉള്ളതാണോ ഇല്ലാത്താണോ, അങ്ങനെ എല്ലാം A to Z ക്ലിയർ ആയിട്ട് നമ്മൾ ആ ഒരു ക്ലാരിറ്റിയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോ വീടിന്റെ കാര്യം ആയിക്കോട്ടെ, നമ്മൾ എന്ത് ലക്ഷ്യം കാണാൻ നമുക്ക് അതിലൊരു പരിധി ഇല്ല എന്നുള്ളത്, നമ്മൾ സ്വപ്നം കാണുന്നവരായിരിക്കണം എന്നുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളിലുണ്ട്. അതായത് അവരൊക്കെ ആ നിലയിൽ എത്തിയിട്ടുള്ളത് സ്വപ്നങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഒരു ഫ്യൂവലായിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോഴാണ് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഊട്ടിയുറപ്പിക്കുന്ന ആളുകൾക്കാണ് ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ആസ്വാദനം കണ്ടെത്താണല്ലോ. പിന്നെ നമ്മളത് ഭയങ്കര വാശിയിൽ ഇത് എനിക്ക് ഈ വർഷം തന്നെ കിട്ടണം, നമ്മള് ഡേറ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് ഇന്ന ടൈമിൽ തന്നെ കിട്ടണം എന്ന് വാശി പിടിച്ച്. അപ്പൊ പല ആളുകളും നമ്മൾ കണക്ട് ചെയ്ത് ചോദിക്കാറുണ്ട്, അപ്പൊ മാം നമ്മൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അത് വിഷൻ ബോർഡിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ വിചാരിച്ച സമയത്ത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വിഷമാവൂലേ എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതൊരു വാശിയുടെ പുറത്ത് പിടിച്ച് വാങ്ങുന്നതിനപ്പുറം നമുക്കത് കിട്ടിയാൽ നന്നായിരുന്നു, കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഓൾറെഡി കിട്ടിയതായിട്ടാണ് നമ്മൾ ഫീൽ ചെയ്യേണ്ടത്. ആ ഇമേജ് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഓൾറെഡി കിട്ടിയതായിട്ട് ഫീൽ ചെയ്യുമ്പോൾ അത് വേറെ തന്നെയാണ്. നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് വരുന്നത്. കാരണം അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ടെൻഷൻ ആവില്ലേ, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ ഇപ്പോ ഒരു എക്സാം പാസ് ആണെന്നാവുമ്പോ അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ടെൻഷൻ ആവും. പക്ഷെ അത് കിട്ടി എന്നുള്ള ഓൾറെഡി ഫീലിംഗിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ അത് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാനുള്ള ഒരു ഫ്യൂൽ, കാരണം ഓൾറെഡി നമ്മൾ തന്നെയാണ് ആ ഒരു ഫീലിലാണ്, ആ ഇമേജ് നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഫീലിങ്സ് അങ്ങനെയാണ്. അല്ലാതെ കിട്ടാൻ പോകുന്ന ഒരു വസ്തു ആയിട്ടല്ല അതിനെ ഫീൽ ചെയ്യേണ്ടത്. ഓൾറെഡി കിട്ടിയതായിട്ട് അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് നമ്മൾ അതിനെ ഫീൽ ചെയ്യുക ചെയ്യേണ്ടത്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കും, അതിൽ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും, എങ്ങനെയാണ് അതിനെ എന്താ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, ഇപ്പോ നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എങ്ങനെ സേഫ് ആക്കി കൊണ്ടുനടക്കും, അതിന് ഭയങ്കര നന്നായിട്ട് പരിപാലിക്കും, ആ രീതിയിൽ എങ്ങനെയാണ് അത് നമ്മളെ കയ്യിൽ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞാൽ ആ രീതിയിലാണ് ആ ഇമേജ് കാണുമ്പോൾ നമ്മൾ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഷൻ ബോർഡ് എന്ന് പറയുന്നത് നമ്മളെ ലൈഫിൽ ഇമേജ്, നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഇമേജസ് നമ്മളെ ലൈഫിൽ അത് ഇമ്പാക്ട് ചെയ്യുന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്കിൽ അതിന്റെ മൂവിയിൽ ശരിക്കും പറയുന്നുണ്ട്, എക്സാക്ട്ലി സീക്രട്ട് എന്ന് പറഞ്ഞ മൂവിയിലെ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ എത്രത്തോളം അത് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. കാരണം അത് ഓൾറെഡി നമ്മൾ ഫീൽ ചെയ്യുന്ന രീതിയിൽ ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഫീലിംഗിലൂടെ അങ്ങനെ കടന്നു പോയാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഓൾറെഡി അത് കിട്ടിയതായിട്ടാണ് ഫീൽ ചെയ്യുക. അപ്പൊ ആ കിട്ടിയതായിട്ട് ഫീൽ ചെയ്യുമ്പോൾ നമ്മളെ ഇമോഷൻസ് എന്തായിരിക്കും, നമ്മളെ ഫീലിങ്സ് എന്തായിരിക്കും, നമ്മളെ ടോക്സ് എന്തായിരിക്കും, നമ്മൾ അതുമായി കണക്ട് ചെയ്തിട്ടുള്ള അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ആ തരത്തിലാണ് നമ്മളെ വിഷൻ ബോർഡ് നമ്മളെ മൈൻഡിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇതുവരെ അത്തരത്തിലുള്ള ഒരു വിഷൻ ബോർഡ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇഷ്ടപ്പെട്ട നമ്മൾക്ക് നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങള്, സ്വപ്നങ്ങള്, ഇതെല്ലാം ഒരു പ്രിന്റഡ് ആക്കിയിട്ട് നമുക്ക് പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പല ആപ്പുകളും ഇന്ന് അവൈലബിൾ ആണ്. ഗൂഗിൾ ആയിക്കോട്ടെ, പിൻട്രസ്റ്റ് ആയിക്കോട്ടെ, അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് പിക്ചേഴ്സ് അവൈലബിൾ ആവും. അതിനെ എന്താ കട്ട് ചെയ്തിട്ട് നമ്മൾ അത് എത്രത്തോളം ക്രിയേറ്റീവായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം ക്രിയേറ്റീവായി നമുക്ക് ചെയ്യുക എന്നുള്ളതാണ്. ചില ആളുകൾ ചിത്രം വരച്ചിട്ടായിരിക്കും ചെയ്യുന്നത്, റൈറ്റ് ചെയ്തിട്ടും നമുക്ക് വേണ്ടിയിട്ടുള്ള അഫർമേഷൻസും കാര്യങ്ങൾ. കാരണം ഇന്നത്തെ കാലത്ത് കുറെ കാര്യങ്ങൾ അതാവും. ഇപ്പൊ നമ്മള് പ്രായമായ ആളുകളൊക്കെയാണ് നമ്മൾ കണക്ട് ചെയ്ത് ഇത്തരത്തിലുള്ള ഡൗട്ടും കാര്യങ്ങളും ചോദിക്കുന്നത്. കാരണം മക്കൾക്കാണെങ്കിൽ അവരുടെ എന്താ ഫോണ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല രീതിയിലുള്ള തരത്തിലുള്ള വൈറ്റ് ബോർഡ് ആണോ വേണ്ടത് അത് സെറ്റ് ചെയ്യാനും എല്ലാത്തിനും ഇന്ന് അവൈലബിൾ ആണ്. ഏത് രീതിയിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് അവൈലബിൾ ആണെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഏത് രീതിയിലുള്ളതാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത്. പിക്ചേഴ്സ് ആണെങ്കിൽ അങ്ങനെയാണ്, നമ്മൾ റൈറ്റ് ചെയ്യാണ്ടാണെങ്കിൽ അങ്ങനെ. അപ്പൊ ഏത് രീതിയിലാണ് വേണ്ടത് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേണ്ട ഓപ്ഷൻസ് ഒക്കെ അവിടെ അവൈലബിൾ ആണെന്നുള്ളത്. അപ്പൊ ഒരു വിഷൻ ബോർഡ് ഇതുവരെ ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാറിയോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് ഇയർ ബേസ് ചെയ്തിട്ടാണെങ്കിൽ 1 ഇയർ, 5 ഇയർ, ആ രീതിയിൽ അങ്ങനെ സെറ്റ് ചെയ്തേക്കുക. കാരണം അത്രത്തോളം നമ്മൾ അതിനോടായി കണക്ട് ചെയ്ത് നിൽക്കണം. പിന്നെ നമ്മൾ റൂമിൽ എപ്പോഴും നമ്മൾ കണ്ണ് കാണുന്ന സ്ഥലത്ത്, അതായത് എപ്പോഴും
അതുമായി കണക്ട് ചെയ്യുന്ന സ്ഥലത്ത് അത് ടച്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. പിന്നെ ക്രിയേറ്റീവ് ആയിട്ട്, അതായത് ചിത്രമൊക്കെ വരച്ച് നമ്മൾ ഭയങ്കര, നമുക്ക് എത്രത്തോളം ക്രിയേറ്റീവ് ആക്കാൻ പറ്റുന്നത് അത്രത്തോളം അതിനെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഇമ്പാക്ട് നമ്മളെ ലൈഫിൽ അത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിഷൻ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതോടുകൂടി നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്, നമ്മളെ ഇമോഷൻസ് ഭയങ്കര കണക്ട് ആയി നിൽക്കുന്നുണ്ട്. ഒരു ഇമേജ് നമ്മളിൽ വളരെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിരന്തരം ഒരു ഇമേജ് നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മളെ റിയൽ ലൈഫിൽ സംഭവിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ മാരേജ് കഴിഞ്ഞിട്ടുള്ള ആളുകളോടൊക്കെ എപ്പോഴും പറയുന്നത്, റൂമിലൊക്കെ വാളിലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ആ ചിരിച്ച മുഖം കൊണ്ടുള്ള, അതായത് നമ്മളെപ്പം ഹാപ്പി ഫേസ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ റൂമിൽ സെറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണെന്നുള്ളത്. അതേപോലെ തന്നെ വാൾപേപ്പേഴ്സ് നമ്മൾ കാണുന്ന, നമ്മളെ സങ്കടമുള്ള ഫോട്ടോസ് കാണുന്നേക്കാൾ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടം എന്താ, നമ്മൾ ഏറ്റവും നല്ല സ്മൈൽ ചെയ്തിട്ടുള്ള, നമ്മൾ ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട ഔട്ട്ഫിറ്റിലുള്ള, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല പ്ലേസ് വിസിറ്റ് ചെയ്തിട്ടുള്ള, അങ്ങനെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഈ വിഷൻ ബോർഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യല്. അപ്പൊ വിഷൻ ബോർഡിന്റെ നടുവിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല്, നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേസ്, നമ്മൾ നന്നായിട്ട് എന്താ സ്മൈൽ ചെയ്ത് നിൽക്കുന്ന നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേസ് നമ്മൾ നടുവിൽ സെറ്റ് ചെയ്തിട്ട് ബാക്കി അറേഞ്ച്മെന്റ് ഓരോ അഫോർമേഷൻ ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. കാരണം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ പിക്ചേഴ്സ് നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കളക്ട് ചെയ്തിട്ട് നിങ്ങളത് വളരെ വൃത്തിയായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോ എന്താ, പല ആളുകളും ചോദിച്ചു മാമിന്റെ വിഷൻ ബോർഡ് കാണിച്ചു തരുമോ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് മാം അത് കളക്ട് ചെയ്യല് മാമിന്റെ ലൈഫിൽ ഈ രീതിയിൽ. കാരണം എന്റെ സ്റ്റുഡൻസ് ഓൾറെഡി അറിയുന്ന ആളുകൾ കണക്ട് ചെയ്തിട്ടുള്ള വിഷൻ ബോർഡ് ഞാൻ ഒരു ദിവസം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തപ്പോ കുറെ പേര് ചോദിച്ചു ഇത് എങ്ങനെയാണ് ഇത്രയും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റണത്, എവിടെ നോക്കിയിട്ടാണ് റിസർച്ച് ചെയ്തതെന്നൊക്കെ. അപ്പൊ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എന്നെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവരുടെ അത്രയും ക്രിയേറ്റീവ് ആയിട്ട് ചിത്രമൊക്കെ വരച്ച് വളരെ സെറ്റ് ആക്കിയിട്ട് റൂമില് നമ്മൾക്ക് ആ പിക്ചേഴ്സ് അയച്ചു തരുമ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം അത്രയും അടിപൊളിയായിട്ട് നമ്മൾ അറിയുന്നില്ല നമുക്ക് ഇത്രത്തോളം ചിത്രം വരക്കാൻ കഴിയുന്നുണ്ട്. അപ്പം ഒരുപാട് കാലത്തിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷം പെണ്ണെടുത്ത ആളുകളൊക്കെ ഉണ്ട് അതില്. അപ്പൊ അതായത് അതുമായിട്ട് പെണ്ണെടുത്ത് റൈറ്റ് ചെയ്യാത്ത, ചിത്രം വരക്കുക, അങ്ങനെ പല കഴിവുകളുള്ള ആളുകളുണ്ട്. പക്ഷെ നമ്മളത് ഉപയോഗപ്പെടുത്താതെ കുറേ കാലം കഴിഞ്ഞു പോയ ആളുകള്, അത് പിന്നെ എടുത്ത് ചിത്രം വരയ്ക്കുകയും എഴുതുകയും ചെയ്ത ആളുകള്, അവരുടെ ലൈഫിൽ അവർ പോലും അറിയാത്ത ഹീലിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത്. കാരണം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പല ആവശ്യങ്ങൾ കൊണ്ട്, പല സാഹചര്യങ്ങൾ കൊണ്ട് മാറ്റി വെച്ച ആളുകളെ അത് ലൈഫിൽ എടുക്കുമ്പോൾ, ഇപ്പൊ ചിത്രം വര എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു ഹീലിംഗ് മെത്തേഡ് കൂടിയാണ്. നമ്മൾ ചിത്രമൊക്കെ വരക്കുക എന്ന് പറയുന്നത് നമ്മളെ മൈൻഡിന് ഒരുപാട് ഇമ്പാക്ട് അത് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മളെ ഇന്നർ ചൈൽഡ് ആക്ടിവിറ്റി, അതുപോലെ തന്നെ നമ്മളെ പ്രാക്ടീസുകളിലെ ഒരു പ്രാക്ടീസ് ആണ്. അതായത് ഇന്നർ ചൈൽഡ് ആക്ടിവിറ്റിയിലെ ഒരു ആക്ടിവിറ്റിയാണ് ചിത്രം വരക്കുക എന്നുള്ളത്. കാരണം ചെറുപ്പത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യമാണ് നന്നായിട്ട് ചിത്രം വരക്കുക, എഴുതുക. പല കുട്ടികൾക്കും അതിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മൾ കളർ ബോക്സും കളർ ബുക്കുകളൊക്കെ ഒരുപാട് കുട്ടികൾക്ക് ഗിഫ്റ്റ് ഒക്കെ ചെയ്യും. കാരണം അതാണ് അവരെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ചെറുപ്പത്തിൽ അതൊന്നും കിട്ടാത്ത കുട്ടികൾക്ക് അതൊരു തരത്തിലുള്ള മുറിവുകൾ തന്നെയായിരിക്കും ചിത്രം വരക്കുക. അതുപോലെ പാട്ട് പാടാൻ നന്നായിട്ട് കഴിവുണ്ടെങ്കിൽ അതിന് അവസരം കിട്ടാത്ത ആളുകൾക്ക് അതൊരു തരത്തിലുള്ള ട്രോമയും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അതിന് അവസരം കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിന് അത്രയും ക്രിയേറ്റീവായി ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ വർഷങ്ങളായിട്ട് പേനെടുത്ത് നോക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ പെൻസിൽ എടുത്ത് ചിത്രം വരക്കാത്ത ആളുകളൊക്കെ അത് ചെയ്ത് നോക്കുമ്പോൾ എന്നെ കണക്ട് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു, കരഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവർക്കത് എത്രത്തോളം അവരുടെ മനസ്സിലത് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെന്നത്. അപ്പൊ അതായത് ചെറുപ്പം മുതലേ അങ്ങനെ ഒരു അവസരങ്ങൾ കിട്ടാതെ, അല്ലെങ്കിൽ അവസരങ്ങൾ ഉണ്ടായിട്ടും അതിന്റെ സാഹചര്യങ്ങളൊന്നും ഫിനാൻഷ്യൽ ആയിട്ടൊന്നും സെറ്റ് ആവാത്തോണ്ടും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗിഫ്റ്റ് ആരും തരാത്തത് കൊണ്ടും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവസര സ്പേസോ ആരും തരാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ചിത്രം വരക്കാനോ അല്ലെങ്കിൽ പാട്ട് പാടാനോ കഴിവുണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താത്ത ആളുകൾ അത് ഉപയോഗപ്പെടുത്തുമ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു റിലീഫ് വളരെ വലുതാണെന്നുള്ളതാണ്. അപ്പോ ഇവിടെ വിഷൻ ബോർഡിന്റെ കാര്യത്തിൽ അവിടെ പറയാൻ കാരണം എന്താന്ന് വെച്ചാല്, നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നതിനപ്പുറം നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളെ സന്തോഷം എന്താ, നിങ്ങളെ സമാധാനം എന്താന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിന്, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ മീ ടൈം എപ്പോഴും ഇങ്ങനെ ഇൻക്രീസ് ചെയ്യണം. ഇന്നത്തെ കാലത്ത് അത് ഇമ്പോർട്ടന്റ് ആയ കാര്യം. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളിലേക്ക്
എങ്കിലും തിരിഞ്ഞു നോക്കാതെ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു വിഷമായിട്ട് നമ്മൾ ഉള്ളിൽ കിടക്കുകയാണെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒരു വീക്കിലെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യാന്നുള്ളതാ. ഒന്ന് പുറത്തു പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ചിത്രം വരക്കുക, അല്ലെങ്കിൽ കുട്ടികളോട് കൂടി ഒന്ന് സ്പെൻഡ് ചെയ്യുക. അങ്ങനെ അത്തരത്തിലുള്ള നിങ്ങൾക്ക് എന്താണോ ഇഷ്ടപ്പെട്ട കാര്യം അത് നിങ്ങൾ ചെയ്യണം. ചില ആളുകൾ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. അപ്പൊ അതിന് ഇത്രയും കാലം എനിക്ക് അതിന് സമയം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അതൊരു പാഷനായിട്ട് തുടരണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് ചെയ്യാൻ സാധിച്ചിട്ടില്ല സാഹചര്യങ്ങൾ കൊണ്ട് എന്നൊക്കെ പറയുന്ന ആളുകൾ അതിനൊരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം അത് അവരെ ഒരുപാട് ലൈഫിൽ നിന്ന് റിലീഫ് ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഈ വിഷൻ ബോർഡൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ചില ആളുകൾ ചെറിയ ചെറിയ സ്വപ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഇന്ന് ഈ ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ ഇന്ന് അങ്ങനെ വിഷ് ലിസ്റ്റുകൾ ഒരുപാട് ഉണ്ടാവും നമ്മൾക്ക്. അല്ലെങ്കിൽ ഇന്ന ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ ഇന്ന റെസ്റ്റോറന്റ് ഒന്ന് വിസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ഫ്രണ്ടിന്റെ വീട്ടിലൊന്ന് പോകണം. അത്തരത്തിലുള്ള ഒരുപാട് വിഷ് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. 100ന് മുകളിലൊക്കെ നമ്മൾ എന്താ വിഷ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. വിഷ് ലിസ്റ്റിനെ പോലെ തന്നെ വിഷൻ ബോർഡ് എന്ന് പറയുന്നത് 1 ഇയർ പ്ലാന്, 2 ഇയർ പ്ലാന്, അതുപോലെ തന്നെ 6 മന്ത്, അത്തരത്തിലാണ് നമ്മൾ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അത് ക്രിയേറ്റ് ചെയ്ത് ആ ആ ടൈമിൽ തന്നെ അത് കിട്ടണം എന്നുള്ളതല്ല, നമ്മൾ അതുമായി അത്രയും അറ്റാച്ച്മെന്റ് ആവുക ചെയ്യുക, ആ ഒരു കണക്ഷൻ അവിടെ ക്ലിയർ ചെയ്യുക. കാരണം അതിനോടുള്ള ആ ഒരു സ്നേഹവും പരിഗണനയും നമ്മൾ അതിനോട് കൊടുക്കുമ്പോൾ നമ്മളെ മൈൻഡിൽ അത്തരത്തിലുള്ള ഒരു ഫീഡ് ചെയ്തിട്ട് ആ ഒരു ഇമേജ് ഉണ്ടാകുമ്പോൾ റിയാലിറ്റിയിൽ അത് എക്സാക്ട്ലി അത് സംഭവിക്കുന്നുള്ളതാണ്. നമ്മൾ മൈൻഡ് പവർ പഠിച്ചിട്ടുള്ള ആളുകളാണ്, എന്റെ സ്റ്റുഡൻസിനെ നന്നായിട്ട് അറിയുണ്ടാവും. നിങ്ങളെ ലൈഫിൽ ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു ഇമോഷൻസ്, നിങ്ങൾ കടന്നു പോകുന്ന ഓരോ തോട്ട്സുകളും എത്രത്തോളം നിങ്ങളെ റിയൽ ലൈഫിൽ അത് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ കടന്നു പോയിട്ടുള്ള ഓരോ സാഹചര്യങ്ങളും അനുഭവങ്ങളും ഒരു വള്ളി പുള്ളി തെറ്റാതെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇപ്പൊ നമ്മൾ പറയില്ല അന്ന് ഇന്നെ അങ്ങനെ ചെയ്തോണ്ടാ, ഇന്ന രീതിയിലായതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ന സാഹചര്യം. അപ്പൊ നമ്മൾ ചെറുപ്പം മുതലുള്ള എല്ലാ അനുഭവങ്ങളും നമ്മൾ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് കിടക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മളിപ്പോ അന്നുണ്ടായ ആ സംഭവം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പിക്ചർ അത് ഓർമ്മ വരികയാണ്. അവിടെ ഇപ്പൊ ആ വ്യക്തി ഇട്ട ഡ്രസ്സ് മുതൽ ആ വ്യക്തി ഈ രീതിയിലായിരുന്നു, ഇത് പിക്ചറൈസ് ചെയ്ത് അവിടെ ഓൾറെഡി ഫിക്സഡ് ആണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിരന്തരം ഒരു പിക്ചറുമായി കണക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ റിയാലിറ്റിയിൽ അത് സംഭവിക്കുന്നുള്ളതാണ്. ഓൾറെഡി ഇത് കിട്ടിയതായിട്ടുള്ള ഒരു ഫീലിംഗിനോട് കൂടി നിങ്ങൾക്ക് അതുമായി കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്കാണ് വിഷൻ ബോർഡ്. ഞാൻ ജസ്റ്റ് ഒരു ഇമ്പാക്റ്റ് ആണ് ഇവിടെ ഉണ്ടാക്കിയത്. അതായത് വിഷൻ ബോർഡ് എന്താണ്, അത് ക്രിയേറ്റ് ചെയ്തത് കൊണ്ട് നിങ്ങളെ ലൈഫിൽ ഉണ്ടാവുന്ന ചെറിയൊരു മെസ്സേജ് ആണ് ഇവിടെ പാസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം വീഡിയോ ലെങ്ത് കൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കേൾക്കാനും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതുവരെ ലൈഫിൽ അങ്ങനെ ഒരു വിഷൻ ബോർഡോ അതല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വാൾപേപ്പർ സെറ്റ് ചെയ്യുന്ന കാര്യത്തിലും നിങ്ങൾ ബോധേഡ് അല്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നിങ്ങളെ മൈൻഡിലൂടെ കടന്നു പോകും, നിങ്ങളെ കണ്ണിലൂടെ കടന്നു, നമ്മളെ 5 സെൻസ് യൂസ് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും നമ്മളെ ലൈഫിൽ അവിടെ കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ടെന്നുള്ള നമ്മളെ നമുക്കറിയാം. സബ് കോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ് എന്നുള്ള ഈ കോൺഷ്യസ് മൈൻഡുമായി കണക്ട് ചെയ്തിട്ടുള്ള 5 സെൻസ് ഉണ്ട്. ആ 5 സെൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളെ ലൈഫിൽ അവിടെ ഇപ്പൊ കണ്ണുകൊണ്ട് നിങ്ങൾ കാണുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളെ ലൈഫിൽ അവിടെ പതിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള നിങ്ങൾ ഡൗട്ട് ചോദിച്ച ആളുകളോട് എനിക്ക് പറയാനുള്ളത്, വിഷൻ ബോർഡ് ഇതുവരെ ക്രിയേറ്റ് ചെയ്യാത്ത ആളുകൾ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. കാരണം അത് ക്രിയേറ്റിവിറ്റി ആയി നിങ്ങൾ നിങ്ങളെ ലൈഫിൽ ഒരു ഇമേജ് ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് നിങ്ങളെ ലൈഫിൽ അത് ഇമ്പാക്ട് ഉണ്ടാവുക. ഞാന് എന്റെ ലൈഫിൽ ഞാൻ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 2023-ലാണ്. 22 ആ ടൈമിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മള് വാൾപേപ്പർ സെറ്റ് ചെയ്യുക, അതേപോലെ തന്നെ നമ്മൾ ഇമേജ് ഒക്കെ കയ്യിൽ വെക്കുക എന്നല്ലാതെ നമ്മൾ ഒരു വിഷൻ ബോർഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇമ്പാക്ട് എനിക്ക് നമ്മൾക്ക് ഇമ്പാക്റ്റും അതിന്റെ യൂസ്ഫുള്ളും തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഇത് ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോ നിങ്ങൾക്ക് അതൊരു ഇമേജ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ വീഡിയോന്റെ ഒപ്പം അത് ഷെയർ ചെയ്യാട്ടോ. കാരണം നിങ്ങൾക്കത് എത്രത്തോളം നിങ്ങളെ ലൈഫിൽ അത് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അത് നമ്മളും നമ്മളെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അതൊരു മൈൻഡ് പവർ ടൂൾസ് ആണ്. നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ആ ഇമേജുമായി കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടോ അത് നിങ്ങളെ ലൈഫിൽ അത് ഇമ്പാക്ട് ഉണ്ടാക്കുന്നു. അതിന് എത്രത്തോളം നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഇറക്കി വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് താഴെ ഇറക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ.
അപ്പോ ഇത് കാണുമ്പോ നിങ്ങൾ ഇനി വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ളവർ കമന്റ് ബോക്സിൽ താങ്ക് യു സോ മച്ച്, അതുപോലെ തന്നെ ഐ ക്യാൻ എന്നുള്ളതും ഒന്ന് ടൈപ്പ് ചെയ്തായിക്കോട്ടോ. കാരണം നമ്മളൊരു മെസ്സേജ് പാസ് ചെയ്യുന്നതോട് കൂടി നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു റിമൈൻഡർ കൂടിയാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണോ നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങളൊരു മെസ്സേജ് ആയിട്ട് കമന്റിൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്. അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുള്ള ആളുകൾ എന്തായാലും വിഷ് ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഡെപ്തിൽ നിങ്ങൾക്ക് മനസ്സിലാകണം. അതിൽ ഇതിനെക്കുറിച്ച് ഒരു ത്രെഡ് മാത്രമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അത് നമ്മളെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും അതേപോലെ തന്നെ എന്താ വിഷൻ ബോർഡ് എങ്ങനെയാണ് നമ്മളെ അത് എങ്ങനെയാണ് റിയാലിറ്റിയിൽ കൊണ്ടുവരുന്നത് എന്നുള്ള പ്രവർത്തനം പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ മൈൻഡിന്റെയും നമ്മളെ ബോഡിന്റെയും നമ്മളെ തോട്ട്സിന്റെയും നമ്മളെ വിഷ്വൽ കണക്ട് ചെയ്യുന്നത് പ്രവർത്തനം നമ്മൾ പഠിച്ചിരിക്കണം. അതായത് നമ്മളെ മൈൻഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, നമ്മളെ എത്രത്തോളം കണക്റ്റഡ് ആണ് നമ്മളെ തോട്ട്സും മാനസിക നിലയും അതുപോലെ ഇമേജ് എങ്ങനെയാണ് കണക്ട് ആവുന്നത് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാറുണ്ട്. കാരണം അതിന്റെയൊക്കെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോ ഓക്കെ, താങ്ക് യു സോ മച്ച്.